ഏറെ വിവാദങ്ങൾക്കും കോടതി വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയ ഇടുക്കി ചിന്നക്കനാലിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ചിന്നക്കനാലിൽ പുതിയ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചു. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടുക്കി ചിന്നക്കനാലിൽ ഏറ്റവും വലിയ പ്രതിസന്ധി മാലിന്യ പ്രശ്നമായിരുന്നു. മാലിന്യ സംസ്കരണത്തിന് വേണ്ട സംവിധാനമില്ലാതെ വലിയ കുഴിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയായിരുന്നു. ഇവിടെ നിന്നും ആന മാലിന്യം ഭക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും കോടതിയുടെ വിമർശനമുണ്ടാവുകയും ചെയ്തു. പിന്നീട് പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പദ്ധതിയുമായി രംഗത്തെത്തിയെങ്കിലും സ്ഥലം ലഭിച്ചിരുന്നില്ല. ഇതോടെ സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് റവന്യൂ വകുപ്പിനെ സമീപിച്ചു. തുടർന്ന് വിലക്കുഭാഗത്ത് 1 ഏക്കർ സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകി. നടപടികൾ പൂർത്തീകരിച്ച് ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. 2 വർഷമായി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചതിൻ്റെ ഒരു മാലിന്യത്തിൻ്റെ പ്രശ്നം നമുക്ക് ഈ പ്ലാന്റ് വന്നതോടുകൂടി നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ജൈവമാലിന്യം അജൈവമാലിന്യം തരംതിരിക്കുന്ന രീതിയിലുള്ള പ്ലാന്റാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ജൈവമാലിന്യം സംസ്കരിച്ച് പ്ലാന്റിൽ നിന്നും ജൈവവളം ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ഉപയോഗിക്കാനും കഴിയും. കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് മാറ്റുന്നതിനും വേണ്ട സംവിധാനം പ്ലാന്റിലുണ്ടാകും. 1 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.